നമ്മുടെ കടലാസ് പൂക്കളാണ് ഇന്ന് നമ്മുടെ താരം. എൻ്റെ വേലിപ്പടർപ്പുകളിൽ മാത്രം കണ്ടിരുന്ന നമ്മുടെ കടലാസ് പൂക്കൾ ഇപ്പോൾ എല്ലാ ഗാർഡനിലെയും മെയിൻ അട്രാക്ഷനാണ്. ഹൈബ്രിഡ് വെറൈറ്റികളുടെ വരവ് തുടങ്ങിയതോടെ ഇപ്പോൾ ഒരുപാട് കളറിൽ ബൊഗൻവില്ല ലഭ്യമാണ്. പോളിത്തീൻ കവർ ഉപയോഗിച്ചുകൊണ്ട് നിസ്സാരമായിട്ട് നമുക്ക് ഹൈബ്രിഡ് കടലാസ് ചെടി ആയാലും നാടനായാലും ഏതായാലും നമുക്ക് കിളിപ്പിച്ചെടുക്കാം. നമ്മൾ കമ്പ് നടാനായിട്ട് എടുക്കുന്ന ചെറിയ പോളിത്തീൻ കവറിലേക്ക് നല്ല രീതിയിൽ അങ്ങ് കമ്പോസ്റ്റ് നിറയ്ക്കുക. അതിനുശേഷം ഒരു മീഡിയം പരുവത്തിലുള്ള ഹൈബ്രിഡ് ആയാലും നാടനായാലും ഏതിൻ്റെ ആയാലും മീഡിയം പരുവത്തിലുള്ള ഒരു കമ്പ് എടുത്തിട്ട്, ഒത്തിരി തളിരുമായത് ഒത്തിരി കനവും കൂടിയ ഒരു മീഡിയം പരുവത്തിലുള്ള കമ്പ് എടുത്തിട്ട് അതിലേക്ക് കറ്റാർവാഴ ചില്ല് തേച്ച് അങ്ങ് നിറക്കി വെക്കുക. കമ്പിൻ്റെ മുകളറ്റത്ത് ഫംഗസൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മളൊരു റബ്ബർ ഉപയോഗിച്ച് നല്ലവണ്ണം അങ്ങ് കെട്ടി വെക്കുക. ഇനി നമ്മളൊരു പഴയ ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് മണ്ണ് നിറച്ചിട്ട് ഒരു മീഡിയം പരുവത്തിലുള്ള 2 കമ്പെടുത്ത് ആ 2 സൈഡിലും ചട്ടിയുടെ 2 സൈഡിലും അങ്ങ് കുത്തി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതുടനെ പറയാം. ഇനി നമ്മൾ കമ്പ് നട്ട് വെച്ചിരിക്കുന്ന എല്ലാ കവറുകളും എടുത്ത് അതിലേക്ക് അങ്ങ് വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു വലിയ പോളിത്തീൻ കവറെടുത്ത് ആ ചട്ടി ഉൾപ്പെടെ അതങ്ങ് മൂടുക. ഈ 2 സൈഡിലും ആ കമ്പ് കുത്തി വെച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കവർ നല്ലോണം അങ്ങ് മൂടിക്കെട്ടിയാണ് വെക്കുന്നത്. ഈ മൂടിക്കെട്ടി വെക്കുന്ന കവറിനുള്ളിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ആ ഈർപ്പം വന്നിട്ട് ആ കവർ താഴോട്ട് അങ്ങ് വീഴും. ആ താഴോട്ട് വീഴുമ്പോഴത്തേക്ക് ആ കിളിച്ച് വരുന്ന ഇലകളിൽ അത് വീണിട്ട് ആ ഈർപ്പം അങ്ങ് വീണിട്ട് ആ ഇലകളങ്ങ് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ്. അപ്പോൾ ആ കമ്പ് അവിടെ 2 സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ആ കവർ താഴേക്ക് വീഴാതെ ആ കമ്പ് തടഞ്ഞോളും. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ ഏകദേശം ഒരു 80% നമുക്ക് കിളിച്ച് കിട്ടാറുണ്ട്. ഞാനങ്ങനെ കിളിപ്പിക്കാൻ വെച്ചിരുന്ന ചെടികളാണ് ഇതെല്ലാം. ഇതിലൊരു 80% എനിക്ക് കിളിച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കമ്പുകളൊക്കെ പാഴായി പോയിട്ടുണ്ട്. വലിയ പാടൊന്നുമില്ല, അത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഹൈബ്രിഡിൻ്റെ ആയാലും നാടനായാലും ഏതായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 വെക്കുമ്പോൾ ഒരു 8 നമുക്ക് കിളിച്ച് കിട്ടിയാൽ അത് വലിയ കാര്യമല്ലേ. പിന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് തുറന്ന് നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമുക്കൊരു ക്ഷമയാണ് ഇതിനെല്ലാത്തിനും അത്യാവശ്യമായിട്ട് വേണ്ടത്. മിനിമം ഒരു 45 ദിവസം. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മാസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ചെടി നമ്മുടെ ചെടി ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ടാകും. എന്തായാലും 45 ദിവസത്തിന് ശേഷം മാത്രമേ ആ കവർ തുറന്ന് നമ്മളത് വെളിയിലെടുക്കാവുള്ളൂ. ഇലകൾ ആദ്യം വരും. കടലാസ് ചെടി ഇലകളാണ് ആദ്യം വരുന്നത്. നമ്മൾ ഈ ഇലകൾ വന്ന് നിറയുന്നത് കണ്ടുകൊണ്ട് കവർ തുറന്ന് നമ്മൾ ചെടി വെളിയിലെടുക്കാൻ ശ്രമിക്കരുത്. നമ്മളെല്ലാവരും കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏത് കടലാസ് ചെടിയുടെ കമ്പായാലും നിസ്സാരമായിട്ട് കിളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.